ഹായ് ക്രിയേറ്റേഴ്സ്. യൂട്യൂബിൽ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് വലിയ 3 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ 2 അപ്ഡേറ്റുകൾ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കിടിലൻ അപ്ഡേറ്റുകളാണെന്ന് പറയാം. എന്നാൽ മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള, നമുക്ക് ആഡ്സിലൂടെ റവന്യൂ കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു റവന്യൂ വരാതിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ 3 അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്തായാലും ഒരുപാട് മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള, അവരെ ഹെൽപ്പ് ചെയ്യുന്ന, ഇതുവരെ ചാനൽ മോണിറ്റൈസേഷൻ പല കാരണങ്ങൾ കൊണ്ട് ആകാത്തവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് 3 അപ്ഡേറ്റുകൾ എന്ന് നോക്കാം. അപ്പം അതിന് മുന്നേ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പം നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് ആയിട്ട് യൂട്യൂബ് പറയുന്നത്, നമുക്ക് ഇതിനു മുന്നേ പലരും യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ആ സമയത്ത് അവർ റിജക്റ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടുണ്ടാവില്ല ആ ഒരു റൂൾ വയലേഷൻ കാരണം. പക്ഷെ യൂട്യൂബ് എന്ത് ചെയ്യാണ്, നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൂട്യൂബ് ഇപ്പോൾ പലർക്കും ഇമെയിൽ അയക്കുന്നുണ്ട്. അതായത് നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ പലർക്കും ലഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് യൂട്യൂബിൽ ഇതിന് മുന്നേ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തപ്പോൾ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. യൂട്യൂബിൽ നല്ലൊരു അപ്ഡേറ്റ് ഈ ഒരു രീതിയിൽ വരുന്നുണ്ട്. യൂട്യൂബ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം റീഇൻസ്റ്റേറ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ഒരുപാട് പേർക്ക് പല കാരണങ്ങൾ കൊണ്ട് മോണിറ്റൈസേഷന് റിജക്റ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിലുകൾ ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വീണ്ടും മെയിലുകൾ വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവ് ചെയ്യുമ്പോൾ ലൈവ് കട്ടാകാതെ തന്നെ അതിൻ്റെ ഇടയിൽ പരസ്യം വരിക. ലൈവ് ഒരു സൈഡിൽ, പരസ്യം ഒരു സൈഡിൽ കാണിക്കുന്ന ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡെസ്ക്ടോപ്പ് വേർഷനിൽ മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം സിസ്റ്റം വഴിയൊക്കെ കാണുമ്പോഴാണ് ആ രീതിയിൽ പരസ്യം വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ നമുക്ക് മൊബൈലിൽ ലൈവ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ഷോർട്സിന്റെ റേഷ്യോയിൽ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴും ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. അതായത് സ്ലൈഡ്, ആ മിട്രോൾ ആഡ്സുകൾ സ്ലൈഡ് ബൈ സ്ലൈഡ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ലൈവ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് റവന്യൂ കൂട്ടാൻ പറ്റുന്ന, പലരും പറയാറുണ്ട് ലൈവ് ചെയ്യുമ്പോൾ റവന്യൂ വളരെ കുറവാണ് എന്നുള്ളതൊക്കെ. സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സിലൊക്കെ എന്തെങ്കിലും കിട്ടിയാലേ വരുമാനം ലഭിക്കുന്നുള്ളൂ, പരസ്യത്തിലൂടെ കുറവാണ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു മിഡ് റോൾ ആഡ്സ് ഒക്കെ സ്ലൈഡ് ബൈ സ്ലൈഡ് മൊബൈലിൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ റവന്യൂവിൽ നല്ലൊരു മാറ്റം വരുന്നതാണ്. അപ്പം നമ്മുടെ വരുമാനം കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയാം. ഇനി നമുക്ക് മൂന്നാമത്തെ അപ്ഡേറ്റ് നോക്കാം. ഇനി മുതൽ യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ പുതിയൊരു സ്ലോട്ട് വരികയാണ്. അവിടെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്ന ഒരു സ്ലോട്ട്. അപ്പൊ നമ്മൾ അഡ്വർടൈസ്മെന്റിലൂടെ ഇപ്പം നമ്മുടെ ചാനലിൽ ഇതിലൊക്കെ ഒരാളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ റവന്യൂ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ പുതിയൊരു സ്ലോട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ ആഡ്സ് കാണിക്കുന്നുണ്ടാകും. പക്ഷെ നമുക്ക് ക്രിയേറ്റേഴ്സിന് അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ അതിലെ റവന്യൂ ആഡ്സ് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ റവന്യൂ യൂട്യൂബ് എടുക്കുന്ന പോലെ തന്നെ ഈ ഒരു ആഡ് സ്ലോട്ടിൽ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ പുതിയൊരു ഓപ്ഷൻ, ഒരു സ്ലോട്ട് വരികയാണ്. അവിടെ ഏതൊക്കെ പരസ്യം ഏത് വഴി കണ്ടാലും അതിന്റെ ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ ആർക്കും ആ റവന്യൂ യൂട്യൂബ് ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ബാഡ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഇപ്പൊ യൂട്യൂബ് എന്തായാലും പുതിയൊരു സ്ലോട്ട് അവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു ആഡ് സ്ലോട്ട് വരുമ്പോൾ സാധാരണ യൂസേഴ്സിന് ഇപ്പൊ എന്തായാലും പരസ്യം അവിടെ കാണും. പക്ഷെ നമുക്ക് പരസ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രീമിയം ലൈറ്റ് ഒക്കെ ചിലർ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കും, വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് പോലും ഈ ഒരു ആഡ് സ്ലോട്ട് അവിടെ കാണിക്കുന്നതാണ് എന്നാണ് യൂട്യൂബ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ക്രിയേറ്റേഴ്സിന് റവന്യൂ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ യൂട്യൂബിൽ ഈ രീതിയിൽ 3 അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ 2 അപ്ഡേറ്റുകൾ നല്ല അപ്ഡേറ്റ് ആയിട്ട് തോന്നി. മൂന്നാമത്തെ അപ്ഡേറ്റ് ക്രിയേറ്റേഴ്സിന് യാതൊരു ബെനിഫിറ്റ് ഇല്ലാത്തൊരു അപ്ഡേറ്റ് ആയിട്ടും. അപ്പൊ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു റിപ്ലൈ, ഒപ്പീനിയൻ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് പറയുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.